Pasain ba tunggu? ഹിമാലയാസ് ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹിമാലയാസിൻ്റെ ശരിക്കും പറഞ്ഞ എഡ്ജിൽ നിൽക്കുകയാണ്. നെയ്യേ മേരെ പാസ് നെയ്യേ നെയ്യേ മേരെ പാസ് ചോക്ലേറ്റ്. अच्छा हो गया आपका पैकिंग वेकिंग? हाँ हो गया. ओके आराम से जाना धीरे से बाय. देखते हुए जाना है. okay. अब तो बारिश नहीं अब तो ठीक है ना. बारिश आएगा तो देखते देखते जाना. okay. पूछते पूछते जाना. ओके है ठीक है. ओके ओके बाय. या बाय बाय. थैंक यू. ओके जा रहा हूँ आज. जा रहा हूँ. हाँ ठीक है. तुर्तुक जा रहा. तुर्तुक जा रहा. ठीक है. हाँ मौसम ठीक है. हाँ हाँ ठीक है. ഓക്കെ ബൈ ആൻറ്റി. താങ്ക് യു. ഹായ്, ഗ്രേറ്റ് ഹിമാലയൻ റൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ലേയിൽ നിന്ന് തുർട്ടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പാകിസ്ഥാൻ ബോർഡറിന് അടുത്തുള്ള ഒരു വില്ലേജിലേക്ക് പോകാൻ കേട്ടോ. ഇന്ന് തുർട്ടുക്ക് കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം നമുക്ക് കുറേ ദൂരം പോകാനുണ്ട്. 210 കിലോമീറ്റർ നമുക്ക് ഓടിക്കാനുണ്ട്. നമ്മൾ ഖർദുംഗല പാസ് വഴി കടന്ന് നൂബ്ര വാലി കയറി നൂബ്ര വാലി എന്നാണ് തുർട്ടുക്കിലേക്ക് എത്തുക കേട്ടോ. ഞാൻ ഈ ലേ ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്തത് ഈ തുർട്ടുക്ക് എന്ന് പറഞ്ഞ വില്ലേജ് പോകണമെന്നാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പോകാൻ. ഞാനത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞ് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസിലാണ് ഞാൻ പോണത്. അപ്പോൾ എന്തായാലും ഖർദുംഗല പാസൊക്കെ കടന്ന് നൂബ്ര വാലി കയറി നേരെ തുർട്ടുക്കിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി. വെൽക്കം ടു 10 Pin Stories. കാർഗിൽ 219, ലേ 3 കിലോമീറ്റർ, ശ്രീനഗർ 421 കിലോമീറ്റർ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ വഴിക്ക് ഒന്നുമല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അവരോടൊക്കെ യാത്ര പറഞ്ഞ് പതുക്കെ ഞാൻ ഇറങ്ങി ഹൈവേയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ലേയിലേക്ക് ഇനി ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ താമസിച്ചിരുന്ന ജാബ്ഗ്യാത്ത് ഹോം സ്റ്റേ ഒരു 4 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് നന്നായി തോന്നുന്നു ലേയിൽ നിൽക്കാതെ അവിടെ പോയിരുന്നത്. കാരണം ഒരു ലഡാക്ക് എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടല്ലോ, ആ ഒരു റോ ഒരു ഇതുണ്ടല്ലോ, അതെനിക്ക് അവിടെ നിന്ന് കിട്ടി. ചിലപ്പോൾ ലേയിലൊരു ഹോട്ടലിൽ പോയി നിന്നിരുന്നെങ്കിൽ അത് ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഹൈവേയിലേക്ക് കയറി നമുക്കൊന്ന് പെട്രോൾ അടിക്കണം. പെട്രോൾ അത്യാവശ്യം ഉണ്ട്, അതായത് ഫുൾ ടാങ്ക് ആണ്. നമ്മൾ ലേയിൽ വന്നപ്പോൾ അടിച്ചിട്ട പെട്രോൾ ഉണ്ട്. എന്നാലും നമുക്ക് മാക്സിമം അടിച്ച് നിറച്ചിട്ട് പോവാം. എനിക്ക് തോന്നുന്നു നൂബ്ര വാലി എത്തുമ്പോൾ പെട്രോൾ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഫുൾ കയറുന്നുണ്ട്. ഖർദുംഗല 39, ഹുന്ദർ 126, തുർട്ടുക്ക് 203 കേട്ടോ. അപ്പോൾ ഖർദുംഗലയാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്. 39 കിലോമീറ്റർ ഉണ്ട്. റോഡ് വലിയ കുഴപ്പമില്ല എന്നാണ് അറിഞ്ഞത്. പോകുമ്പോൾ അറിയാം, കുറേ സ്ഥലത്ത് ആൾക്കാർ പറയും നല്ല റോഡാന്നൊക്കെ. പക്ഷെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ മോശമായിരിക്കും, ചിലത് മോശമാണെന്ന് പറഞ്ഞാൽ തിരിച്ചായിരിക്കും. വെൽക്കം ടു വൺ ഓഫ് ദ ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്സ് ഇൻ ദ വേൾഡ്, മൈറ്റി ഖർദുംഗല. ഓൾട്ടിറ്റ്യൂഡ് 17,982. ഹാവ് എ സേഫ് ജേർണി എന്നൊക്കെ പറഞ്ഞ് സൈഡിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. एले का अलाउड है, बाहर का अलाउड नहीं है. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്കുണ്ടല്ലോ, പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടനെ ഇവിടെ കുറച്ച് ആൾക്കാർ തടഞ്ഞു നിർത്തി കേട്ടോ. ഞാൻ വണ്ടി നിർത്താനുള്ള പരിപാടി ഉണ്ടായിരുന്നില്ല, പക്ഷെ മുമ്പിൽ കയറി നിന്നു. പോലീസൊന്നുമല്ല, ലോക്കൽസാണ്. വണ്ടിയുടെ RC ബുക്കും ആധാറും കാണിക്കണം കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് ഈ പുറത്തുനിന്നുള്ള എന്തെങ്കിലും ലോബി ആയിരിക്കണം. കാരണം ലോക്കൽസാണ്, പോലീസാണല്ലോ ചെക്ക് ചെയ്യേണ്ടത്. ലഡാക്കിന് പുറത്തുനിന്നുള്ള റെൻ്റൽ വെഹിക്കിൾസ് അലൗഡ് അല്ല, അതായിരിക്കണം. അപ്പോൾ ഇവരുടെ ബിസിനസ് പോയല്ലോ പുറത്തുനിന്ന് വണ്ടി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. ചിലപ്പോൾ മണാലിയിൽ നിന്ന് എടുത്തിട്ട് വരായിരിക്കും, പക്ഷേ ഡൽഹിയിൽ നിന്നൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, KL ആണ്, വൈറ്റിൽ ബ്ലാക്കാണ്, എവിടെ കാണിക്കണം. ആദ്യം ഒറിജിനൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം ബാഗിൻ്റെ അകത്താന്ന് പറഞ്ഞു. പിന്നെ ഫോണിൽ കാണിച്ചു. എന്തോ ഒരു ഡൈപ്പ് മണക്കുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമ്മളിതേ ഖർദുംഗലയിലേക്കുള്ള റോഡിലേക്ക് കയറി കേട്ടോ. വീണ്ടും നിർത്തിച്ചു കേട്ടോ. मैडम यहाँ क्या दिखाना है? परमिट यहाँ पे. अच्छा, അപ്പോൾ നമുക്കൊരു പെർമിറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ പല ഭാഗത്തല്ല, എവിടെ പോകണമെങ്കിലും പെർമിറ്റ് കാണിക്കണം. അപ്പോൾ അത് ഞാൻ മണാലിയിൽ നിന്ന് വരുമ്പോഴേ ഓൺലൈനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇവർക്ക് ഓൺലൈനായിട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഹരികൃഷ്ണ. ആ ഓക്കെ, താങ്ക് യു.
അപ്പോൾ ഭയങ്കര സിമ്പിൾ പ്രൊസീജിയർ കേട്ടോ. നമ്മൾ എടുത്തു വെച്ച പാസ്, അതിൻ്റെ സ്കാൻ, അവർ QR കോഡ് സ്കാൻ ചെയ്യും. എനിക്ക് എത്രയോ 700 ചില്ലാൻ രൂപ കേട്ടോ വന്നത്. ഇതിൻ്റെ ഒരു എൻവിറോൺമെൻറ്റൽ ഫീയും എല്ലാം കൂടി കൂട്ടിയിട്ട് പിന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യണമെന്ന്. നമ്മുടെ കൂടെ കുറേ ബൈക്കുകാരുണ്ടായിരുന്നു ഇവിടെ, എല്ലാവരും പോയി കാണിച്ചിട്ട്. വണ്ടികളൊക്കെ അതെ ഇവിടെ പിടിച്ചിട്ടേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു JCB പണിയെടുക്കുന്നുണ്ട് റോട്ടിൽ. അപ്പോൾ അവിടുന്ന് കല്ലുകളൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല, കുറേ ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെയും പിടിച്ചിട്ടുണ്ട്. മുകളിൽ ആ ഒരു ഭാഗത്ത്, ആ റോഡിൻ്റെ ഭാഗത്തും അവിടെയും പിടിച്ചിട്ടുണ്ട്. എന്തോരം കല്ലുകൾ വീണ് നോക്കി, കാണുമെന്ന് എനിക്കറിയില്ല, ഭയങ്കര ദൂരത്താണ്. ഇത്ര നേരമായിട്ടുണ്ടല്ലോ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. മോശം മേശുണ്ട്, ഇങ്ങനെ അങ്ങനെ പരുക്കനാണ്, ഇങ്ങനെ ഒരു ഇറിറ്റേഷനാണ്. ഇങ്ങനെ കുരുകുരാന്ന് വേണ്ടി ചാടി പോകണം. ഇവിടെ റോഡ് വൈഡനിങ് നടക്കുക കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ JCBയും കാര്യങ്ങളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടോ ഇവിടെ ഹോൾട്ട് ചെയ്യണു. ആ മുകളിൽ നിന്ന് പാറയൊക്കെ ഇടിച്ചിട്ടിട്ട് അതാണ് താഴത്തേക്ക് നേരത്തെ തട്ടിയിട്ടുകൊണ്ടിരുന്നത്. നിറച്ചും ബൈക്സാട്ടോ, ഇഷ്ടം പോലെ റൈഡേഴ്സാണ്. അവിടുന്ന് വരുന്നവർ ഇവിടുന്ന് പോകുന്നവരൊക്കെ ഉണ്ട്. എല്ലാം ഹിമാലയനാട്ടോ, എല്ലാം ഹിമാലയനാണ്. ഈ ഡോമിനാറോ അല്ലെങ്കിൽ വേറെ ബൈക്കുകൾ ഭയങ്കര കുറവാണ്. ഇതിപ്പോൾ ഇവിടെ എന്താണ് സുസുക്കിയുടെ വരുന്നതാണ്. പക്ഷേ KTM ഉണ്ട്, പക്ഷേ കൂടുതലും ഹിമാലയനാണ് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഖർദുംഗ്ല പാസ് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ, ഇഷ്ടംപോലെ ബൈക്കുകൾ, കാറുകൾ, ഭക്ഷണത്തിനുള്ള സ്ഥലമുണ്ട്, കഴിക്കാനുള്ള. അവിടെ ആർമിയുടെ എന്തോ ഒരു ഇതുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇതുണ്ടോ, ഫോറിനേഴ്സ് ഉണ്ട്, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവച്ചിട്ട് ഭാഗമൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. മെയിനായിട്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് ഇതിനാണ്, ഇതിൻ്റെ മുകളിൽ കയറുന്നത് ഫോട്ടോ എടുക്കാൻ. ഞാൻ ഫസ്റ്റ് ടൈം ഖർദുംഗ്ല വരുമ്പോണ്ടല്ലോ, ഇവിടെ മണിരത്നത്തിൻ്റെ കാറ്റുവെളിയുടെ സിനിമയുടെ ഷൂട്ടിങ് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ മണിരത്നത്തിനെയും കാർത്തിനെയും ഒക്കെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, സിയാച്ചിൻ ടുട്ടുക് ലേ കുന്ദർ, അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഓക്സിജൻ കുറവാണ് കേട്ടോ. ഓക്സിജൻ കുറവായതുകൊണ്ട് തന്നെ അധികം നേരം നിൽക്കാൻ പാടില്ല. എനിക്ക് തന്നെ 15 മിനിറ്റോ 20 മിനിറ്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞ് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ പോയിട്ട് ഒരു ചായയോ എന്തെങ്കിലും കുടിച്ച് പതുക്കെ ഇവിടെ നീങ്ങാം. ഇവിടെ പോലീസ് ഉണ്ട് കേട്ടോ, ലഡാക്കി പോലീസ് ഉണ്ട്. അവർ ഇതിനെ മാനേജ് ചെയ്യാണ്, ട്രാഫിക്കിനെ മാനേജ് ചെയ്യാണ്. ഇതൊരു തിരക്കാന്ന് നോക്കിയേ, എത്ര കാറുകൾ, എത്ര വണ്ടികളാണ്. അപ്പോൾ അവിടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ വെൽക്കംസ് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ് മൈറ്റി ഖർദുംഗ്ല എന്നൊക്കെ എഴുതിയിട്ട് ബോർഡുണ്ട് കേട്ടോ. ആ ബോർഡിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ 17,892 ഫീറ്റ് എബവ് സീ ലെവലാണ്. വല്ലാത്തൊരു തിരക്കും കൂടെ കുറഞ്ഞു കേട്ടോ, കുറേ ബൈക്കർ ഗ്രൂപ്പ്സ് ഒക്കെ പോയപ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ബർഗറും ഒരു കവയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കാവയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ബർഗറിനെയും കാവേനെയൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ വന്നു, അതുകൊണ്ട് ഞാൻ ഇതിനെ ബാക്കിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് ആലോചിച്ച് നോക്കി എത്ര ഹൈറ്റിലാന്ന് നോക്കി. ഇവിടെ എയർടെല്ലിന് നെറ്റ്വർക്ക് കണക്ഷൻ വരെ ഉണ്ട് കേട്ടോ. നല്ല ബർഗറും പാറ്റിയൊക്കെ വെച്ചിട്ട് നല്ല ബർഗറും, അടിപൊളി ബർഗർ. ഈ ഭാഗത്ത്
ഭാഗത്ത് ദൂരെയുള്ള മലകളൊക്കെ കാണാൻ വേണ്ടി ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ വന്നിട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്സോ അല്ലെങ്കിൽ തലവേദനയോ ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും തോന്നുന്നില്ല. പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴൊക്കെ ഈ ഹൈറ്റിലൊക്കെ എത്തുമ്പോൾ നല്ല ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ തോന്നുന്നില്ല. എന്താണെന്ന് കാരണം എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കത് പതുക്കെ ഇറങ്ങാം. അവിടുന്ന് ആൾക്കാരൊക്കെ പോയി തുടങ്ങി. ഇനിയും അധികം നേരം നിൽക്കണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറേ സമയം പോകും. നമുക്ക് കുറേ ദൂരം അടിക്കാനുണ്ട്. ഈ കറുതുങ്ങളുണ്ടല്ലോ, ഇപ്പോഴല്ല പണ്ട് കാലം മുതലേ ഇതൊരു ട്രേഡ് റൂട്ടാണ്, കാരവൻ റൂട്ടോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഒരു വർഷത്തിൽ ഏകദേശം 10,000 ഒട്ടകങ്ങളും കുതിരകളൊക്കെ ഈ ഭാഗത്ത് കൂടെ പാസ് ചെയ്ത് അങ്ങനെ സെൻട്രൽ ഏഷ്യയിലേക്ക് ട്രേഡ്, പലതരത്തിലുള്ള വൂള്, സ്പൈസസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ ട്രേഡ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. നോർത്ത് പുലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജും ഒരു ആർമി ബേസൊക്കെ കവർ ചെയ്ത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴല്ലോ ഹെയർ പിന്നൊക്കെ ഇറങ്ങി താഴെ ഒരു റിവറിൻ്റെ ഭാഗത്തെത്തിയേക്കാണ് കേട്ടോ. നിറച്ചും പുല്ലുകളാണ്, വെള്ളം ഒഴുകുന്നതിൻ്റെ ഇടയിൽ പച്ച പുല്ലുകളാണ്. പക്ഷെ ഇതിനേക്കാൾ ഹൈലൈറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ യാക്കുകൾ മേഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, മിക്കുന്ന കറുപ്പാണ്, ഇടയിലൊരു രണ്ട് ബ്രൗൺ കളർ യാക്കുകളും ഉണ്ട്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് അവിടെ നിന്നിട്ട്. ആഹാ, എത്ര നേരം ഈ കാഴ്ച നോക്കി എന്നാലും മതിയാവില്ല കേട്ടോ. ഞാൻ കുറേ നേരം അവിടെ നിന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ബ്രീത്ത് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ തിരിച്ചിങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ഇത്തിരി ഇറക്കം പോലെ കേട്ടോ. അങ്ങോട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇറക്കം പോലെ ഉണ്ട്. അത് കയറി വന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഇവിടെ എത്ര 15,300 ഫീറ്റ് അബവ് സീ ലെവലാണ്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, എന്നാലും അത്രയും ഉയരത്തിലാണ്. നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന വഴിയിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തു കേട്ടോ. ആ വഴി നേരെ പോയിരുന്നെങ്കിൽ പനാമിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, ന്യൂബ്ര വാലിയുടെ തന്നെ വേറൊരു സൈഡാണ്. ആ വഴി നേരെ പോയാലാണ് ഈ സിയാച്ചിനൊക്കെ പോകാൻ ആ വഴിയാണ് പോണേ. പിന്നെ ഈ ഭാഗത്ത് കുറേ ഇങ്ങനെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, ATV റൈഡ്, പിന്നെ അവിടെ ഷോക്ക് റിവർ ഉണ്ടായിരുന്നു, SHYOK ഷോക്ക് റിവർ, അതിൽ റാഫ്റ്റിംഗ് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനൊന്നും നിർത്തിയില്ല, ഞാൻ ലെഫ്റ്റ് എടുത്തു. ഈ വഴി നേരെ പോയാലാണ് ടുട്ടുക്ക് പിന്നെ ഹുന്ദർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം വരണം കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. നമ്മൾ ദിസ്കിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയേക്കാണ് കേട്ടോ, ന്യൂബ്ര വാലിയിൽ. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൊണാസ്ട്രി ആണ് ദിസ്കിറ്റ് മൊണാസ്ട്രി. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മോശം റോഡായിരുന്നു കേട്ടോ, കുറേ കിലോമീറ്ററുകളായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ക്ഷീണം ഹിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറുന്നു വിചാരിക്കാം. പൊടിയിലിങ്ങനെ കുളിച്ചേക്കുക കേട്ടോ, എവിടെ തൊട്ടാലും പൊടി അതുപോലെയാണ് എൻ്റെ ക്യാമറ എല്ലാം. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു 10-15 മിനിറ്റായി. ഇതിൻ്റെ അകത്ത് മൊത്തം സാധനങ്ങളും ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കായിരുന്നു, ഇങ്ങനെ കുഴിച്ചാടി ചാടി. അപ്പോൾ എന്തായാലും നമ്മൾ ദിസ്കിറ്റ് മൊണാസ്ട്രിയുടെ പാർക്കിങ്ങിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട് ഫ്ലഡ് പ്ലെയിൻസ് എന്നെ നോക്കി നിൽക്കുകയാണ്. ഡിസ്കിറ്റിൽ കണ്ടോ,
ഇതാണ് നുബ്ര വാലി. ഇപ്പോൾ നുബ്ര വാലി ഈ കാണുന്നതൊക്കെ ആ കാണുന്നതാണ് കേട്ടോ ഷോക്ക് റിവർ. ആ ഒഴുകുന്നതൊക്കെ ഷോക്ക് റിവറാണ്. അതിങ്ങനെ പോകുന്നു. ആ ഒരു മൗണ്ടൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് നൂബ്ര റിവറാണ്. അതൊരു സംഘമാണ് അവിടെ വന്നിട്ട് അത് ജോയിൻ ചെയ്യാണ്. ഈ കാണുന്ന മൊത്തം ഷോക്ക് റിവറിൻ്റെ ഫ്ലഡ് പ്ലെയിൻസ് ആണ്. ഈ നുബ്ര വാലി നുബ്ര ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് ഈ ദിസ്കിറ്റ് കേട്ടോ. ഈ താഴെ കാണുന്ന ഈ ചെറിയ ടൗണാണ് നുബ്രയുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ്. വേറൊരു കാര്യം കൂടി പറയട്ടെ. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് കേട്ടോ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അറിയുന്നവർ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഹിമാലയാസ് ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരെയാണ് കേട്ടോ. ഈ ഷോക്ക് റിവറിൻ്റെ അപ്പുറത്തേക്ക് ഉള്ളതൊക്കെ കാരാക്കോറം റേഞ്ചസ് ആണ്. ആ കാണുന്നതൊക്കെ കാരാക്കോറം റേഞ്ചസ് ആണ്. ഇതാണ് ഞാൻ വായിച്ചേക്കണേ. അതായത് കാരക്കോറത്തിൻ്റെ സൗത്ത് ഭാഗത്ത് ഒഴുകുന്നത് ഷോക്ക് റിവറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മളിപ്പോൾ ഹിമാലയാസിൻ്റെ ശരിക്കും പറഞ്ഞാൽ എഡ്ജിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിതിലെ അങ്ങനെ നേരെ പോകണം കേട്ടോ. ഇനി തുർത്തുക്കൊക്കെ പോകണമെങ്കിൽ ഇതിലെ അങ്ങനെ പോകണം. പക്ഷെ ഞാൻ പറയുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അറിയുന്നവർ കറക്റ്റ് ചെയ്ത് തരും. സാനൂര് വെച്ചിട്ട് പോലെ മൊത്തം പൊടിയാണ്. ഒരു മൊണാസ്ട്രിയിലേക്ക് കയറുമ്പോൾ ഒരു ഇതൊക്കെ വേണ്ട അല്ലേ. ദിസ്കിറ്റ് മൊണാസ്ട്രി ഉണ്ടല്ലോ, നുബ്ര വാലിയിലത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. പോരാത്തിന് ഏറ്റവും ഓൾഡസ്റ്റ് മൊണാസ്ട്രിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് പണിഞ്ഞേക്കുന്നത് ഒരു ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള ചങ്സെം ഷെർസാബ് സാങ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ 1433 AD ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിത് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഇവിടെ ഒരു പ്രെയർ വീലുണ്ട് കേട്ടോ. വലിയ പ്രെയർ വീലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നതുണ്ടല്ലോ, ഗോങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ടിബറ്റൻ ഗോഡാന്ന് തോന്നുന്നു. അപ്പോൾ സാക്പോ ഗാൽഡൻ സേവാങ്ങിൻ്റെ കയ്യും, അതായത് കൈ മുറിച്ചതും സ്കള്ളും കയ്യിലേന്തിയ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയാണെന്നാണ് കേട്ടോ അവിടെ എഴുതി വെച്ചേക്കണേ. ഈ ഭാഗത്ത് മൊണാസ്ട്രിയുടെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ട്. മൊണാസ്ട്രി ഈസ് ബിൽഡ് ഇൻ 14th century. അങ്ങനെ കുറേ ഇവിടെ ഒരു ഷോപ്പ്. പിന്നെ ഇത് പ്രൊട്ടക്റ്റഡ് ടെമ്പിൾ മഹാകാളി മംഗോളിയൻ വാരിയർ ഹെഡ് ആൻഡ് ആം. അപ്പോൾ അതെന്താണ് എനിക്ക് കാര്യം കറക്റ്റായിട്ട് മനസ്സിലായില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ അല്ല. അപ്പം ഞാൻ തെറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടല്ലോ. നോക്ക്, ആ സാധനമൊക്കെ നല്ല ഡ്രസ്സല്ലേ, നല്ല ഭംഗിയുണ്ട്. വെള്ളയും റെഡ് കളറൊക്കെ കൂടിയിട്ട്. നമ്മുടെ സ്പിറ്റി വാലി കാസയിലുള്ള കീ മൊണാസ്ട്രി ഉണ്ടല്ലോ, അതുമായിട്ട് ഭയങ്കര റിസംബ്ലൻസ് ആട്ടോ. എനിക്കിവിടെ വന്നപ്പോൾ അത് ഓർമ്മ തന്നെ. ഞാൻ ലക്ഷ്മിയും കൂടി നമ്മുടെ സെക്കൻഡ് കാർ ലൈഫ് 2.0 അവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ഉണ്ടല്ലോ, ഈ ദിസ്കിറ്റ് മൊണാസ്ട്രി നമ്മുടെ ലേയിൽ ഒരു തിക്സി മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ തിക്സി മൊണാസ്ട്രിയുടെ അണ്ടറിൽ, അതായത് സബ് മൊണാസ്ട്രി ആയിട്ട് വരുന്ന ഒരു മൊണാസ്ട്രിയാണ് ദിസ്കിറ്റ് മൊണാസ്ട്രി. അതിന് പുറകിൽ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു, മുഗൾ അറ്റാക്ക് ചെയ്യുന്നു, സെൻട്രൽ ഏഷ്യ അറ്റാക്ക് ചെയ്യുന്നു, അങ്ങനെ കുറേ കഥകളുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും. നിങ്ങൾ ഓൺലൈൻ വായിക്കായിരിക്കും നല്ലത്. അപ്പോൾ അതേ നമ്മൾ ശരിക്കും മെയിൻ മൊണാസ്ട്രിയുടെ ഭാഗത്തേക്ക് കയറുക കേട്ടോ. പഴയ ബിൽഡിംഗ് ആട്ടോ, പഴയ കൺസ്ട്രക്ഷനൊക്കെയാണ്. മുകളിൽ കണ്ടോ മരവും മുളയും ഒക്കെ വെച്ചിട്ട് ആണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് തണുപ്പായിട്ടോ. എനിക്ക് തോന്നുന്നു ലൈം സ്റ്റോൺ പോലെ അങ്ങനെ എന്തോ വെച്ച് പ്ലാസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. മുകളിൽ വൈക്കോലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, വൈക്കോലോ പുല്ലോ എന്തോ അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് കീ മൊണാസ്ട്രി പോയപ്പോൾ കണ്ടിരുന്നു. ഈ മൊണാസ്ട്രി മൊത്തത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് പണ്ടത്തെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ലൈമും കല്ലും പിന്നെ മരമൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, അതിൻ്റെ മുകളിലൊരു പർട്ടിക്കുലർ ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു മരത്തിൻ്റെ കമ്പ് ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അങ്ങനത്തെ കുറേ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചാണ് ഈ സംഭവം മുഴുവൻ ഉണ്ടാക്കിയേക്കണേ. പിന്നെ ഇവിടെ
ബാൽക്കണീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാൽക്കണീസിൽ അതും ഉണ്ടാക്കിയേക്കുന്നത് ഒരു മരത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഇത് ഇവിടെയൊക്കെ എല്ലാം മരത്തിൻ്റെ കൺസ്ട്രക്ഷനാണ്. എന്നിട്ട് അതിൽ വേറെ ചെറിയ കഷ്ണം മരങ്ങളും പിന്നെ പുല്ലും ഒക്കെ വെച്ചിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ മൊണാസ്ട്രിയുടെ എൻട്രൻസ്. ഇവിടെ ഞങ്ങളുടെ അകത്തേക്ക് കയറി പോകണം. പക്ഷേ അതിൻ്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നുമല്ല അവിടെ അല്ല. പിന്നെ അതിൻ്റെ അകത്തുണ്ടല്ലോ കയറി ചെല്ലുന്നതോടെ തന്നെ അവിടെ വലിയ അടിപൊളി ഒരു മ്യൂറലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ടിബറ്റൻ സ്റ്റൈലിൽ. അത് നല്ല ഭംഗിയുണ്ട്. ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ അവിടെ ഒരു ന്യൂ ദിസ്കിറ്റ് മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. മിക്കവരും എനിക്ക് അങ്ങനെ വരുന്നവർ അവിടേക്കാണ് പോകുന്നത്. ആരും ഇങ്ങോട്ട് കയറി വരാൻ നോക്കുന്നില്ല. എല്ലാവരും ആ ഒരു ബുദ്ധൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട് അവിടെ വരെ പോയിന്ന് അവിടെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ്. അവിടെയാണ് ഇഷ്ടംപോലെ വണ്ടികളും കിടക്കുന്നുണ്ട്, കുറേ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഞാൻ ഡെസേർട്ട് ഭാഗം കൂടി ഒന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഈ ക്യാമൽ സഫാരി ഉണ്ട്. എനിക്ക് ക്യാമൽ സഫാരി ചെയ്യാനല്ല, പക്ഷെ അത് പോയി കാണണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഡോമിനെയും കൊണ്ട് മൊണാസ്ട്രിയുടെ എൻട്രൻസിലേക്ക് കയറുമ്പോണ്ടല്ലോ ഈ കാറ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. കാറല്ല, ഈ വാൻ. ഇതൊരു വാൻ ലൈഫ് സെറ്റപ്പ് ആട്ടോ. അതിൻ്റെ നമ്പർ ചെക്ക് റിപ്പബ്ലിക്കാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചപ്പോൾ അങ്ങനെയായിരുന്നു കണ്ടേ. CZ ആണ് കണ്ടേ. അപ്പോൾ അവർ യാത്ര ചെയ്ത രാജ്യങ്ങളുടെ ഇത് ലിസ്റ്റ് കണ്ടോ. ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. പിന്നെ ആ നേരത്തെ സംസാരിക്കാൻ പറ്റിയില്ല. 1 2 3 4 5 6 7 8 20. ഈ ലൈനിൽ 20 20 20 40 4. അവസാനത്തെ ഇന്ത്യയിലാണ് അവരിപ്പോൾ എത്തിയേക്കണത്. ഇതിനു മുമ്പ് പാകിസ്ഥാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര രാജ്യങ്ങൾ, 44 രാജ്യങ്ങൾ ഈ വണ്ടിയിൽ. ഭയങ്കരമായിട്ട്. അത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും മിസ്തുബുഷിയുടെ ആണ്. പിന്നെ ഈ സൈഡിൽ അവരുടെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വലിയൊരു വേൾഡ് മാപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2016 ബിഹൈൻഡ് പോളാർ സർക്കിൾ എക്സ്പെഡീഷൻ ഈ ഭാഗത്ത് സ്വീഡൻ, ഫിൻലാൻഡ്, നോർവേ ആ ഭാഗത്ത് എന്തൊക്കെയോ എക്സ്പെഡീഷൻ ചെയ്തു. പിന്നെ 2019 തൈഗ ടുണ്ട്ര എക്സ്പെഡീഷൻ ഈ ഒരു ഭാഗത്ത് ഈ റെഡ് ലൈനൊക്കെ അതാണ്. പിന്നെ ഐസ്ലാൻഡ് 2021 അവിടുന്ന് അവർ ഡെൻമാർക്ക് ഭാഗത്തേക്ക് വന്നു. പിന്നെയാണ് ഈ ഭാഗം മൊത്തം കറങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ 2017 ഒരു മംഗോളിയ എക്സ്പെഡീഷൻ ഉണ്ട്. എന്തോരാണ് ഇപ്പോൾ ഈ ട്രിപ്പിൽ ഇവരിത് ലാസ്റ്റ് ഇവിടുന്ന് പാകിസ്ഥാൻ, ഇറാനിൽ പാകിസ്ഥാനിൽ കയറി പാകിസ്ഥാനിൽ അമൃത്സർ വഴി മെക്ലോയിഡ് ഗഞ്ചൊക്കെ കറങ്ങിയതേ ഇപ്പോൾ മുകളിലെത്തേക്കാം കേട്ടോ. ഭയങ്കര കിടിലൻ. ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടാവും അവർക്ക് യാത്ര ചെയ്തതിൻ്റെ. അവരെ കാണാൻ പറ്റുമെങ്കിൽ സംസാരിക്കാമെന്ന് ചോദിച്ചു, പക്ഷെ കണ്ടില്ല. ഞാൻ ബൈക്കിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ നേരത്ത് അവർ മുളക്കി കയറിപ്പോയി. അവിടെ കാരക്കോരം റേഞ്ചസിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ പൊടിക്കാറ്റാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ആ പൊടി മൊത്തം. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയും ഇതുപോലെ ഇങ്ങനെ ഈ ചുഴലിക്കാറ്റ് പോലെ പൊടിയുടെ കാറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നമുക്ക് ഈ വണ്ടിയിൽ പോകുമ്പോൾ നിർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പോൾ കുറേ കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് അടുത്തായിട്ട് പോകുന്നത് ഈ ക്യാമൽ സഫാരിയുടെ ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സാൻഡ് ഡ്യൂൺസ് ഉണ്ട്, ദിസ്കിറ്റ് സാൻഡ് ഡ്യൂൺസ്. അപ്പോൾ ന്യൂബ്ര വാലിയിൽ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഈ ബാക്ട്രിയൻ ക്യാമൽസ് ഉണ്ട്, 2 മുഴയുള്ള. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന 1 മുഴയല്ലേ, 2 മുഴയുള്ളത്. അപ്പോൾ ഈ ക്യാമൽസ് എങ്ങനെ ഇവിടെ വന്നതെന്നറിയോ? അപ്പോൾ ഞാൻ നേരത്തെ ഖർദുംഗ്ലയിൽ ഇരിക്കുമ്പോൾ പറഞ്ഞില്ലേ പണ്ട് സെൻട്രൽ ഏഷ്യ ആയിട്ട് ട്രേഡ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അന്ന് ട്രേഡിന് കൊണ്ടുവരുന്ന ക്യാമൽസിൻ്റെ തലമുറക്കാരാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ബാക്ട്രിയൻ ക്യാമൽസ്. അപ്പോൾ ബാക്ട്രിയൻ റീജിയൻസിൽ നിന്ന് പണ്ട് ഇങ്ങോട്ട് ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രേഡിന് കൊണ്ടുവന്ന ക്യാമൽസിൻ്റെ മക്കളുടെ ആരൊക്കെയോ ആണ്. അപ്പോൾ ആ ഭാഗത്ത് സാൻഡ് ഡ്യൂൺസ് ആണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് എന്തോ കാണാനുണ്ട് ചെറുതായിട്ട്. നമുക്കപ്പോൾ അതൊക്കെ അങ്ങോട്ട് വണ്ടി പിടിച്ച് നോക്കാം. നമുക്ക് എന്തായാലും ഇതിലേ പോകണ്ടേ. 94 കിലോമീറ്റർ ടുർട്ടുക്കിലേക്ക്. സമയം 4 മണി. ഇരുട്ടാകുമ്പോൾ കയറി ചെല്ലാം. പക്ഷെ എന്തായാലും അതിന് മുമ്പ് ഇത് പോയി കാണാം. പെട്രോൾ അടിച്ച ചേട്ടനോട് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 7 കിലോമീറ്റർ പോകണത്ര സാൻഡ് ഡ്യൂൺസിലേക്ക്. മുകളിൽ നോക്കുമ്പോൾ എനിക്ക് സാൻഡ് ഡ്യൂൺസ് പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും. അപ്പോൾ ഹുന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്, ദിസ്കിറ്റിലല്ല. അപ്പോൾ അതെനിക്ക് അറിയായിരുന്നു, പക്ഷെ എന്തോ മന്ദബുദ്ധിത്തരത്തിൽ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഹുന്ദറിലേക്ക് പോകാം. 7 കിലോമീറ്റർ കൂടിയുണ്ട്. ഇതേ നമ്മുടെ ഒരു മെൻഷൻ ഉണ്ട് കേട്ടോ അവിടെ. K2 ഹയസ്റ്റ് പോയിന്റ് ടു കുട്ടനാട് ലോവസ്റ്റ് പോയിന്റ് ഭാരത് ഇസ് 1. സിയാച്ചിൻ വാരിയേഴ്സിൻ്റെ ഒരു ബോർഡാട്ടോ. എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട് അത്. കുട്ടനാട് എവിടെ എത്തിയിട്ടാ? നമ്മുടെ ബിസ്കിറ്റിലെ ലഡാക്കിലെ. പ്രകൃതിയുടെ ഒരു വികൃതികൾ കണ്ടോ. ഡ്രൈ ആയിട്ടുള്ളൊരു മൗണ്ടൻ കേട്ടോ. ഒന്നുമില്ല, ഒരു പുൽക്കഷ്ണം പോലും അവിടെ ഇല്ല. ഈ സൈഡ് കണ്ടോ, നിറച്ച് പുല്ല്, വെള്ളം, പശുക്കൾ, മരങ്ങൾ. എന്താ അല്ലേ? ഇതൊക്കെ ആ ഫ്ലഡ് പ്ലെയിൻസിൻ്റെ ഭാഗം കേട്ടോ. നേരത്തെ മുകളിൽ നിന്ന് കാണിച്ചില്ലേ ഫ്ലഡ് പ്ലെയിൻസ് ആണെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഷോക്ക് റിവറിൻ്റെ. അത് ആ ഭാഗങ്ങളാണ് ഇതൊക്കെ.
ഞാൻ സാൻഡ് ഡ്യൂൺസ് കണ്ടു എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആട്ടോ. അവിടെ ബിസ്കിറ്റ് മൊണാസ്ട്രി നമുക്ക് അവിടെ നിന്ന് കാണാം. എന്തിനാ മണല് നീങ്ങണുണ്ടോ? കാറ്റത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് നീങ്ങുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ താഴെ നിറച്ച് ഇതുപോലെ ക്യാമ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഡെസേർട്ടിലെ ക്യാമ്പിംഗ് ഓപ്ഷൻസ്. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടുന്ന് വഴി തിരിഞ്ഞു പോകണമെങ്കിൽ ചിലപ്പോൾ ബിസ്കിറ്റിന് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്ത് രസമാണെന്നറിയോ ആ പാറ്റേൺസ് ഉണ്ടല്ലോ, ആ മണലിലുള്ള പാറ്റേൺസ്. രാജസ്ഥാൻ ഇപ്പോൾ മറ്റേ മരുഭൂമിയിൽ പോകുന്ന അതേ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ. അത്ര ചൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ ഒരു ബോർഡൊക്കെ അതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ അതേ ഇവിടെ നിർത്തി ഈ സാൻഡ് ഡ്യൂൺസ് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടും പോവാം കേട്ടോ. ക്യാമലിനെ കാണാൻ പറ്റുമോ നോക്കട്ടെ. 2 പെൺകുട്ടികൾ മാത്രമായിട്ട് റെൻറ്റിനെടുത്ത് വന്നേക്കാം കേട്ടോ. ഗുഡ് ടു സീ ദാറ്റ് അല്ലേ? ലഡാക്കിലൂടെയുള്ള റൈഡൊക്കെ ഒരു മാസ്കുലിൻ തിങ് ആയിട്ട് കാണുന്നൊരു സമയമല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ 2 പെൺകുട്ടികൾ ബൈക്ക് ഓടിച്ച് പോകുന്നത് കാണാൻ സന്തോഷം തന്നെയാണ് കേട്ടോ. ഈ ക്യാമൽ സഫാരി കാം पर होता आगे ഭാഗത്തെ തിരക്ക് ഉണ്ടോ? ഇന്ന് രാവിലെ വന്നിരുന്ന വണ്ടി മൊത്തം അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ വരണേ. എന്ത് തിരക്കാന്ന് നോക്കിയേ, എത്രത്തോളം വണ്ടികളുണ്ട് ഇവിടെ. എനിക്ക് സംശയമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടി പോകാൻ മാത്രം പറ്റുമെന്ന്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദൂരെ കാണാം ക്യാമൽസിനെ, പക്ഷെ ക്യാമറയിൽ കാണില്ല. നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നീങ്ങാം. ഡോമിനെ ഇവിടെ സൈഡിൽ ഒതുക്കി നേരത്തെ പോലെ എല്ലാം ഉരി വെച്ച് നടക്കുക കേട്ടോ. ഈ ഭാഗത്ത് സിംഗപ്പൂരിനുള്ള കുറേ റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. ഈ വണ്ടി മൊത്തം സിംഗപ്പൂരാണ്. എല്ലാത്തിൻ്റെ ബാക്കിലും സിംഗപ്പൂരിൻ്റെ ഫ്ലാഗിലാണ് കണ്ടോ. ഇത് കൂടാണ്ട് അവരുടെ സപ്പോർട്ട് വെഹിക്കിൾ ഉണ്ട്. അതിൻ്റെ മുകളിൽ വലിയൊരു കൊടി വേറെയും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ തോട് പോലെ കാണാനുണ്ട്. ഈ തോട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നു കേട്ടോ. എൻട്രിയും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് തോന്നുന്നു. എന്ത് രസമാണെന്ന് നോക്കാം. വെള്ളം ഇങ്ങനെ തെളി വെള്ളം പോലെ ഉണ്ട്. ഒട്ടകത്തിൻ്റെ പുറത്ത് സവാരി കൂടാതെ ഇവിടെ കോസ്റ്റ്യൂംസ് ഒക്കെ റെൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ടിപ്പിക്കൽ ലഡാക്ക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇവിടെ റെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കടയാണിത്. അതെ, ഈ പെൺകുട്ടി ഇട്ടേക്കണുണ്ടോ ഇവിടെ. ഇതൊക്കെ അതെ നമുക്കിഷ്ടമുള്ളത് എടുക്കാം. എന്നിട്ട് എടുത്ത് റെൻറ്റ് പേ ചെയ്തിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാം. കൈയൊക്കെ മൊത്തം ചെളിയാണ്. നമ്മളിപ്പോൾ 4000 മീറ്റർ അബോവ് സീ ലെവലിലാണെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറൊരു കാര്യം അവിടെ എഴുതി വെച്ചേക്കണം കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. സാൻഡ് ഡ്യൂൺസ് ചുറ്റും മഞ്ഞും മൂടിയ മലകൾ. ഇപ്പം അല്ലെങ്കിലും അത് പീക്ക് സീസണിലായിരിക്കുമ്പോൾ ഇത് മൊത്തം മഞ്ഞായിരിക്കുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഡെസേർട്ട് മഞ്ഞുമലകൾ ഇപ്പോഴും അതെ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ മഞ്ഞുമലകൾ കാണുന്നുണ്ട്. അവിടെ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പീക്ക് പോലെ കാണുന്നുണ്ട്. ഇവിടെ പച്ചപ്പ്, അപ്പുറത്ത് സാൻഡ് ഡ്യൂൺസ്, ആ ഭാഗത്ത് ഡ്രൈ ആയിട്ടുള്ള മൗണ്ടൻസ്. എന്താല്ലേ ഹം അങ്ങനെ ചലത്തെ ബാക്ടീരിയൻ ക്യാമൽസിൻ്റെ റൈഡ് നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. ആ ഭാഗത്തൊക്കെ ആൾക്കാർ ഗ്രൂപ്പായിട്ട് റൈഡിന് പോയിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഒട്ടകങ്ങളുണ്ട്. എങ്ങനെ പോയാലും ഒരു 50 പോരാ, അതിൽ കൂടുതലുണ്ടാവും. ഒരു 80 ഒട്ടകം ഉണ്ടാവും നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത് പോയിട്ട് ഈ 2 മുഴയുള്ള ഒട്ടകത്തിനെ കാണാം. ഞാൻ ഇതുവരെ 2 മുഴയുള്ള ഒട്ടകത്തിനെ കണ്ടിട്ടില്ല കേട്ടോ. നോക്കട്ടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന്.
ഒട്ടകം കടിക്കുന്ന എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ കുട്ടിയാട്ടോ, അത് ഭയങ്കര ചെറുതാണ്. അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പല്ലൊക്കെ തെരിക്കില്ലേ, നമ്മുടെ മനുഷ്യ കുട്ടികൾക്ക് പല്ല് തിരിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടികൾക്കൊക്കെ പല്ല് തിരിക്കുമ്പോൾ കടിക്കില്ലേ, അതുപോലെ ഒരാളെ കടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു ഒട്ടകത്തിനെ പോയി കടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അമ്മേനെ പോയി കടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പാല് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാവം തോന്നും കേട്ടോ അതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ദേ പതുക്കെ കുറച്ച് സാൻഡ് ഡ്യൂൺസിൻ്റെ ഭാഗത്തേക്ക് നടക്കാം കേട്ടോ. അവിടെ കുറച്ച് ഒട്ടകങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അടുത്ത് മുകളിൽ കയറാത്തത് എനിക്കൊരു ജീവിയുടെ മുകളിൽ കയറി ഇരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചിലർ ചോദിക്കും, അപ്പോൾ നീ ബീഫും ചിക്കനൊക്കെ കഴിക്കുമല്ലേ? കഴിക്കും. അത് വേറെ ഇത് വേറെ. അപ്പോൾ വെറുതെ ഒരു ജീവിയുടെ മുകളിൽ കയറി നിൽക്കാൻ അത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എനിക്കതിലൊരു സന്തോഷം കിട്ടില്ല, അതുകൊണ്ടാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ വന്നിങ്ങനെ വെറുതെ കാഴ്ചകളെ കണ്ടെടുക്കാൻ നല്ല രസമാണ്. നമ്മൾ നേരത്തെ അവിടെയാണ് ബൈക്ക് നിർത്തിയത്. പിന്നെ നമ്മൾ അങ്ങനെ കറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒട്ടകങ്ങളുടെ റൂട്ട് എങ്ങനെയാണെന്ന് അറിയോ? അവിടെ നിന്ന് ഇറങ്ങും, ഇങ്ങനെ നടക്കും, ഇതിലേ പോകുന്നു, അവിടെ പോയി തിരിയുന്നു, ഇതേ പോകുന്നു ആൾക്കാർ. അങ്ങനെ കുറച്ച് നേരമല്ലോ കേട്ടോ. മേ ബി എനിക്ക് തന്നെ ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റിൽ തീരുന്ന ഒരു റൈഡാണ്. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. നമ്മൾ സാധാരണ കാണുന്ന ഒട്ടകങ്ങളെക്കാൾ കുറച്ചും കൂടി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പോലെ തോന്നുന്നു ഇവിടുത്തെ ഒട്ടകങ്ങൾക്ക്. അത് കരയുന്നതൊക്കെ ഇങ്ങനെ പട്ടിയൊക്കെ കരയുന്ന പോലെയാണ് അത് കരയണേ. ശരിക്കും കണ്ടാൽ പാവം തോന്നും. തിരിച്ച് നടക്കുക കേട്ടോ. ഇവിടെ വേറെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ആ ഒരു സൈഡിൽ കാണില്ല, എൻ്റെ അപ്പുറത്താണ് ATV റൈഡുകളൊക്കെ ഉണ്ട്. അവിടെ കാണും, ആ ഭാഗത്തായിട്ട് ATV റൈഡൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് മറ്റേ അമ്പ ചെയ്യുന്ന പരിപാടി നമ്മൾ ബീച്ചിലൊക്കെ കാണില്ലേ, മെറീന ബീച്ചിലൊക്കെ മുമ്പ് ഇങ്ങനെ വെടിവെച്ച് ബലൂൺ പൊട്ടിക്കുന്ന പരിപാടി. പക്ഷേ അതിനേക്കാൾ രസം അമ്പ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇവിടുന്ന് ദൂരെ നിന്നൊരു ലഡാക്കി ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ അവിടെ ആ ഭാഗത്തായിട്ട്. കേട്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പതുക്കെ തിരിച്ചു പോയിട്ട് ബൈക്ക് എടുത്തിട്ട് നേരെ ടുർട്ടുക്കിലേക്ക് വിടട്ടെ. അല്ലെങ്കിൽ ഇതിപ്പോൾ നല്ല വെയിലുള്ളത് ആ മലയുടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടുമാവും, ഭയങ്കരമായിട്ട് തണുപ്പും. പോകുന്ന വഴിക്ക് നമുക്ക് ഹുന്തറിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ വയറിന് കുറച്ച് സമാധാനം ഉണ്ടാവും. ബർഗറിലാണ് നിൽക്കണം ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് ടുർട്ടുക്കിൽ കാണാം. ടുർട്ടുക്ക് വില്ലേജിൻ്റെ പ്രത്യേകത പാകിസ്ഥാൻ ബോർഡറിലാണ്. ബാൾട്ടി പീപ്പിൾ ഒക്കെ ഉള്ള സ്ഥലമാണത്. ബാൾട്ടി എന്ന് പറഞ്ഞാൽ ബാൾട്ടിസ്ഥാൻ്റെ ഒരു ഭാഗമാണ് ടുർട്ടുക്ക്. അപ്പോൾ അതൊക്കെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടിൻപിൻ സ്റ്റോറീസിൻ്റെ വക ബൈ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ഗ്രേറ്റ് ഹിമാലയൻ റൈഡിനെ 3000 കിലോമീറ്റർ കവർ ചെയ്തേക്കാണ് കേട്ടോ. 3000 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ ഹുന്തറിലെത്തത് വരെ 3000 കിലോമീറ്ററായി. 3000 കിലോമീറ്റർ ഓടിച്ച സന്തോഷത്തിൽ ഹുന്തർ മെയിൻ ജംഗ്ഷനിലെ ഒരു ആളൊഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി റൈസും ചിക്കനും ഓർഡർ ചെയ്ത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അടുത്ത 1 മണിക്കൂറിൽ എൻ്റെ ലൈഫിൽ ഒരു മേജർ അഡ്വഞ്ചറാണ് വരാനിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നല്ല നാടൻ രുചിയുള്ള ചിക്കൻ കറിയും നക്കി തുടച്ച് ഡോമിയും കൂട്ടി ഒരു 10 കിലോമീറ്റർ ഓടിച്ചത് നേരത്തെ ദിസ്കിറ്റ് മൊണാസ്ട്രി പാർക്കിങ്ങിൽ നിന്ന് ദൂരെ കണ്ട പൊടിക്കാറ്റിൻ്റെ ഉള്ളിലേക്കാണ്. വെറും കാറ്റല്ല, നല്ല ഉഗ്രൻ സാൻഡ് സ്റ്റോം. തുടക്കത്തിലെ ചെറിയ വിസിബിലിറ്റി കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പോകെ പോകെ കാര്യങ്ങൾ പേടിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി തുടങ്ങി. ഒരു 30 കിലോമീറ്റർ മണൽക്കാറ്റിനെ മറികടന്നെത്തിയപ്പോഴേക്കും ചിന്നിപ്പോയ എൻ്റെ ക്യാമറയുടെ ലെൻസും സ്ക്രീനിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.
എല്ലാം ശമിച്ചു എന്ന് കരുതി സന്ധ്യാസമയത്ത് തുർത്തുക്കിന് മുൻപുള്ള പേരറിയാത്ത വലിയ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു 3 അംഗ സംഘം റോഡിൽ എന്നെ തടഞ്ഞു. नहीं है हाँ नहीं है नहीं है मेरे पास नहीं है पैसा दे दो मैं चॉकलेट लाऊंगी नहीं है मेरे पास चॉकलेट पैसा दे दो ऐसा कौन मेरे करे ഗുണ്ടാ സംഘത്തിന്റെ അക്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് കുത്തിയൊലിച്ചു പോകുന്ന ശ്യോക് നദിയുടെ ഓരം പിടിച്ച് തുർത്തുക്കെത്തിയപ്പോഴേക്കും രാത്രി 8 മണി. ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ ഗ്രാമങ്ങളിലൊന്നായ തുർത്തുക്കും അവിടുത്തെ അതിലും മനോഹരമായ മനുഷ്യരുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.